നോക്കി, ഒരു കോശത്തിൻ്റെ ഉള്ളിൽ ഒരു മനുഷ്യൻ്റെ ഒരു കോശം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ 2 മീറ്റർ DNA ചുരുട്ടി വെച്ചിട്ടുണ്ട്. 2 മീറ്റർ. ഈ 39 ട്രില്യൺ കോശങ്ങൾ പരിശോധിച്ചാൽ 7800 കോടി കിലോമീറ്റർ നീളമാണ് ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള DNA നീളം. നിങ്ങൾ ആലോചിക്കുക, ഇവിടുന്ന് സൂര്യനിലേക്കുള്ള ദൂരം 15 കോടി കിലോമീറ്റർ ഉള്ളൂ. പക്ഷേ ഇവിടുന്ന് സൂര്യനിലേക്ക് 15 കോടി ഉള്ളെങ്കിൽ ഒരു മനുഷ്യൻ്റെ ശരീരത്തിലുള്ള DNA സ്ട്രാൻഡിൻ്റെ നീളം അത് 7800 കോടി കിലോമീറ്റർ ആണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്രയും ബൃഹത്തായ ഒരു സൃഷ്ടിപ്പ് നടത്തിയ അല്ലാഹു അയഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദാ, ഇത്രയും കോംപ്ലക്സ് ആയ ഒരു സൃഷ്ടിപ്പ് നടത്തിയിട്ട് നിങ്ങൾ അങ്ങനെ വെറുതെ വിട്ടേക്കുകയാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ കുട്ടികളെ? ഇല്ല. ഈ സൃഷ്ടിപ്പിന് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്, ഈ സൃഷ്ടിപ്പിന് കൃത്യമായ ഒരു ഉദ്ദേശമുണ്ട്. അതാരാണ് ആ സൃഷ്ടിപ്പ് നടത്തിയത്? ആരാണ് ഇത്തരത്തിലുള്ള ബയോഡൈവേഴ്സിറ്റി? നിങ്ങൾ ഒരു ഹിസ്റ്റോളജി ടെക്സ്റ്റ് ബുക്ക്, ഹ്യൂമൻ ഹിസ്റ്റോളജി എന്ന മെഡിക്കൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ഓരോ തരത്തിൽ ഓരോ കലകളെക്കുറിച്ച്, മനുഷ്യ ശരീരത്തിലുള്ള ഓരോ സിസ്റ്റത്തിലെയും കാണുന്ന പ്രത്യേകം കോശങ്ങളുടെ മൈക്രോസ്കോപ്പിക് പഠനങ്ങൾ, അതൊക്കെ എത്രത്തോളം വ്യത്യസ്തമായ ഡൈവേഴ്സിറ്റിയാണ് അള്ളാഹു അവിടെ നിലനിർത്തിയിരിക്കുന്നത് എന്നറിയുമ്പോൾ ആരാണിതെല്ലാം സംവിധാനിച്ചത്? ആരാണിതെല്ലാം സൃഷ്ടിച്ചത്? അം ഖുലിഖൂ മിൻ ഖൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ. നിങ്ങളാണോ സൃഷ്ടിച്ചത്? ഞാനാണോ സൃഷ്ടിച്ചത്? നിങ്ങൾ അറിയുന്ന ആരെങ്കിലും ആണോ കുട്ടികളെ ഇത് സൃഷ്ടിച്ചത്? അല്ല, ഇതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട്. അം ഖലഖുസ് സമാവാതി വൽ അർള്. ആരാണ് ആകാശഭൂമികളെ സംവിധാനിച്ചത്? അത് അല്ലാഹുവാണ് സഹോദരങ്ങളെ, അത് അല്ലാഹുവാണ്. ചോക്കി, നിങ്ങൾക്ക് അല്ലാഹു വളരെ ഫ്രീ ആയിട്ട് തന്ന 576 മെഗാ പിക്സൽ കപ്പാസിറ്റി ഉള്ള ക്യാമറ പവറുള്ള 2 കണ്ണുകൾ അല്ലാഹു നമുക്ക് ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട് അല്ലേ? ഫ്രീ ആയിട്ട് 576 മെഗാ പിക്സൽ ക്യാമറയാണ് 2 കണ്ണ്. അതിലൂടെ നിങ്ങൾ കാണുന്ന ഈ സൃഷ്ടിപ്പ്, ആ സൃഷ്ടിപ്പ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ആ സൃഷ്ടാവ് ആരാണ് സഹോദരങ്ങളെ? അത് റബ്ബാണ്, അല്ലാഹുവാണ്. എന്നെ സൃഷ്ടിക്കുകയും എന്നെ ഘട്ടം ഘട്ടമായി വളർത്തിക്കൊണ്ടുവരികയും എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ആവശ്യാനുസരണം ചെയ്തു തരികയും ചെയ്ത എൻ്റെ റബ്ബ്, ആ റബ്ബിനെയാണ് ആരാധിക്കേണ്ടത്.